വയനാട് തിരുനെല്ലി അപ്പപ്പാറയിൽ യുവതി വെട്ടേറ്റ് മരിച്ച നിലയിൽ വാഗേരി സ്വദേശി പ്രവീണയാണ് മരിച്ചത്. ഇവരുടെ ഒരു കുട്ടിക്കും ചെവിക്കും പരിക്കേറ്റു. ഭർത്താവ് സുധീഷുമായി അകന്ന് ഗിരീഷ് എന്നയാൾക്കൊപ്പം താമസിച്ചു വരികയായിരുന്നു പ്രവീണ. സുർജിത്ത് അയ്യപ്പത്ത് വിവരങ്ങളുമായി ഇപ്പോൾ ചേരുന്നുണ്ട് വയനാട്ടിൽ നിന്ന്. സുർജിത്ത്, ഇത് ആരാണ് ആക്രമണത്തിന് പിന്നിലെന്ന് സ്ഥിരീകരിക്കുന്നുണ്ടോ? ഈ ഒപ്പമുണ്ടായിരുന്ന പങ്കാളിയാണോ അതോ മറ്റാരെങ്കിലുമാണോ സുർജിത്ത്? പങ്കാളിയാണെന്നുള്ള സംശയത്തിലാണ് പോലീസ് നിൽക്കുന്നത്. ദിലീഷ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്, ഗിരീഷ് എന്നല്ല. ദിലീഷ് എന്നാണ് പേര് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. തിരുനെല്ലി ചേകാടി വാഗേരിയിലാണ് ഇത്തരത്തിലൊരു അതിദാരുണമായ സംഭവം ഉണ്ടായത്. വാടകയ്ക്ക് താമസിക്കുന്ന എടയൂർക്കുന്ന് സ്വദേശിയായിട്ടുള്ള പ്രവീണ എന്ന 34-കാരിയാണ് വെട്ടേറ്റ് മരിച്ചിരിക്കുന്നത്. ഇവരുടെ പങ്കാളിയാണ് ദിലീഷ്. ഇപ്പോൾ ഇയാളാണ് കൃത്യം നടത്തിയത് എന്നുള്ള പ്രാഥമിക വിവരമാണ് പോലീസിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്നത്. ഭർത്താവ് സുധീഷുമായി അകന്നു കഴിയുകയായിരുന്നു പ്രവീണ. ഒപ്പം തന്നെ മക്കളായ അനർഘ, അഭിന എന്നിവരും ഒപ്പമുണ്ട്. 14 വയസ്സും 9 വയസ്സുമാണ് ഇവരുടെ പ്രായം. ഇവർക്ക് ഒപ്പമാണ് ഈ വാഗേരിയിൽ ഇവർ താമസിച്ചു വന്നിരുന്നത്. അഭിനയെയും ദിലീഷിനെയും ഇനിയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. കഴുത്തിനും ചെവിക്കും പരിക്കേറ്റ നിലയിൽ, വെട്ടേറ്റ നിലയിലാണ് അനർഘയെ വയനാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിരിക്കുന്നത്. തിരുനെല്ലി ഇൻസ്പെക്ടറായിട്ടുള്ള ലാൽ സി ബേബിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് അന്വേഷണം നടത്തുന്നത്. സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ശക്തമായ മഴ ഈ തെരച്ചിലിന് പ്രതികൂലമായി നിൽക്കുന്നു എന്നുള്ള തരത്തിലുള്ള വിവരമാണ് നമുക്ക് ലഭ്യമാകുന്നത്. കാരണം ആ മേഖലയിൽ റേഞ്ച് ഇല്ലാത്തൊരവസ്ഥയുണ്ട്. മൊബൈൽ ഫോണിന് റേഞ്ച് ഇല്ലാത്ത അവസ്ഥയാണ്. അതും തെരച്ചിലിനെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ട് എന്നുള്ള തരത്തിലുള്ള വിവരമാണ് നമുക്ക് ലഭ്യമാകുന്നത്. ശരി, സുർജിത്ത് അയ്യപ്പത്താണ് വിവരങ്ങൾ നൽകിയത്.